ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കിടക്കാം. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും ഹാർനസ് ഫിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് സർ. എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുന്ന സമയത്ത് ഒരു മികച്ച ദിവാലി ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. 25,600 എന്നുള്ള ഒരു ലെവൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു നിലവാരമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒരു ഹൈ നിലവാരത്തിലേക്ക് മാർക്കറ്റ് വീണ്ടും കുതിക്കുന്നതായിട്ട് കാണുന്നു. വീണ്ടും ഒരു റെക്കോർഡ് മുന്നേറ്റം ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പെർഫോമൻസിനെ സർ വിലയിരുത്തുന്നത്? തീർച്ചയായും ഇന്നും നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റിലയൻസിന്റെ റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ വരികയാണ്. അതൊക്കെ ഫേവറബിൾ ആവണമെങ്കിൽ വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. ഇല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 25,750 കൊണ്ടുവരാനുള്ള സാധ്യതയാണ് മാർക്കറ്റ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അതിനാണ്. അതേപോലെ തന്നെ ഈ വന്ന ഇമ്പൾസീവിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെയധികം ഹൈയുമാണ്. അപ്പോൾ അത് വോളിയത്തിൽ നമുക്കത് വിസിബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഇമ്പൾസീവ് വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ വളരെയധികം ഒരു വലിയ മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. ഇതേപോലെ തന്നെ 1-2 മൂവ്മെന്റ്സ് കൂടെ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത് നിഫ്റ്റിയെ കൂടുതൽ വലിയ ലെവലിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ മിനിമം ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,750 അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇമ്മീഡിയറ്റ് ഞാൻ ഇന്നത്തെ ലെവലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് മുകളിലോട്ടുള്ള പോകാൻ, അത് റിലയൻസിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. 25,450 ഒരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ഡൗൺ ട്രെൻഡിലേക്ക് വരാൻ. ഇപ്പോഴത്തെ രീതിയിൽ പോസിറ്റീവ് ഒരു എക്കോസിസ്റ്റം ഒക്കെ നേരത്തെ ഉണ്ട്, ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് ബയാസ് ആയിരിക്കും ഈ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്നത്. യെസ്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സെക്ടേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് ഒരു IT ആണ് ഏറ്റവും അധികം ഒരു ഡൗണിലേക്ക് പോയിരിക്കുന്നത്. 1% കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. എസ്പെഷ്യലി ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെയാണ് ഏറ്റവും അധികം IT ഇൻഡെക്സിനെ ഡ്രാഗ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. IT ഇൻഡെക്സിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? IT ഇൻഡെക്സിനെ സംബന്ധിച്ച് എനിക്ക് ഒരു മിക്സഡ് വ്യൂ ആണ് ഉള്ളത്. കാരണം IT ഇൻഡെക്സിൽ നമ്മൾ അതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം ക്ലിയർ കട്ട് ഒരു ഡൗൺ ട്രെൻഡോ അല്ലെങ്കിൽ ഒരു അപ്സ് ട്രെൻഡോ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ബട്ട് ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. 33,400 ഒരു 36,000 എന്നുള്ള ലെവലില് നമുക്കൊരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ് അതോടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു കൺസോൾട്ടേഷനെ ആണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ വളരെയധികം നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ ആണ്. ഇപ്പോൾ ഒരു മിക്സഡ് ഫാക്ടർ ആയിട്ടുള്ള ഒരു മിക്സഡ് രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ആണ് നമുക്ക് തരുന്നത്. ചില കമ്പനികളിൽ പോസിറ്റീവ് ഉണ്ട്, ചില കമ്പനികളിൽ നെഗറ്റീവ് ഉണ്ട്. അത് ഈ ഇൻഡെക്സിലും പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൺസോൾട്ടേഷനിലേക്ക് പോകുന്നത്. അതൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഞാൻ പറഞ്ഞ സപ്പോർട്ട് ലെവല് ആ ഒരു ഡൗൺ ലെവലിൽ മൂവ് ചെയ്യുന്നത് അത് നല്ലൊരു ഒരു ട്രെൻഡ് ആയിരിക്കും. 33,400 അല്ലെങ്കിൽ 700 വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് വീണ്ടും നല്ലൊരു റിക്കവറി മോഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഈ ഒരു സൈഡ് വേസിലേക്ക് പോകും. ഈ ഒരു സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ബട്ട് ഈ സൈഡ് വേസ് മൂവ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്തതിനു ശേഷം ഒരു പോസിറ്റീവ് മണി ഫ്ലോ ഒക്കെ വരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ബീറ്റൺ ഡൗൺ ആയിരിക്കുന്ന ഒരു സെക്ടറിൽ അല്ലെങ്കിൽ വാല്യൂ പിക്കിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് നമുക്ക് കാണാൻ അത് പോസിറ്റീവായിട്ട് വരുന്നത് അല്ലെങ്കിൽ ടേൺ അറൗണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. IT ഇൻഡെക്സിൽ എസ്പെഷ്യലി ഇന്നിപ്പോൾ വിപ്രോയെ കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത്. ഏതാണ്ട് 5% സ്റ്റോക്ക് താഴെ പോയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻലൈൻ എക്സ്പെക്ടേഷന് അനുസരിച്ചായിട്ടുള്ള ഒരു റിസൾട്ടുകളാണ് എങ്കിൽ പോലും ഇൻവെസ്റ്റേഴ്സിന്റെ ഫോക്കസ് എസ്പെഷ്യലി വീക്ക് ആയിട്ടുള്ള ഒരു മാർജിൻ പെർഫോമൻസും അതോടൊപ്പം തന്നെ കോഷ്യസ് ആയിട്ടുള്ള ഒരു ഗൈഡൻസിലേക്കുമാണ് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരു കൺസേണിംഗ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്നു. അതൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്ക് സ്റ്റോക്കിലും മാറിയിരിക്കുകയാണ്. വിപ്രോയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? കഴിഞ്ഞ 3 മാസമായിട്ട് വിപ്രോ ഇതേ ഒരു ലെവലിൽ തന്നെയാണ്. 230, 260 എന്നുള്ള ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ലെവലിന്റെ ഇടയ്ക്കാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അപ്പർ ലെവലിലും ഒരു ലോവർ ലെവലിനും ഇടയ്ക്ക് ട്രേഡ് ചെയ്യുന്ന അതേ വ്യൂ തന്നെയാണ് ഇന്നും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. ഇന്നൊരു ദിവസം 5% ഡൗൺ ആയി എന്നതുകൊണ്ട് ആ ഒരു റേഞ്ച് ഔട്ടോ അല്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് മാറിയിട്ടോ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സൈഡ് വേസ് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ IT ഇൻഡെക്സിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വിപ്രോയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 230 വരുമ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എൻട്രി ചെയ്യാനും 260 വരുമ്പോൾ എക്സിറ്റ് ചെയ്യാനും ഒരു റേഞ്ച് ബൗണ്ട് ഒരു ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
എഗെയിൻ മറ്റൊരു സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഭേദപ്പെട്ട നമ്പേഴ്സ് ആയിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. 1.5% ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുകയാണ്. നിഫ്റ്റിയുടെ ഒരു ടോപ്പ് ക്ലോസർ പട്ടികയിൽ പ്രധാനമായിട്ടും IT കമ്പനികൾ തന്നെയാണുള്ളത്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ലെവൽ പരിശോധിച്ചാൽ 1445 രൂപ എന്നുള്ളൊരു നിലയിലാണ്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ടുകളും നിലവിലത്തെ ഒരു പെർഫോമൻസിനെയും സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതും സെയിം തന്നെയാണ്. നമ്മൾ ആ നിഫ്റ്റി ഇൻഡെക്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതിലും ഒരു ലോവർ ലെവലും അപ്പർ ലെവലും തന്നെയാണ്. 1400ഉം 1540 എന്ന് പറയുന്ന ലെവലിൽ തന്നെയാണ് ഇപ്പോഴും അത് റേഞ്ച് ബൗണ്ട് ആയിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ 2-3 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റേഞ്ചിൽ നിന്ന് തീർച്ചയായിട്ടും മുകളിലോട്ട് വന്നാൽ മാത്രം അല്ലെങ്കിൽ താഴോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് കഴിയും, അല്ലെങ്കിൽ റേഞ്ച് ഔട്ട് എന്ന് പറയാനായിട്ട് കഴിയും. ഇപ്പോഴത്തെ ലെവലിൽ ഈ സപ്പോർട്ട് ലെവൽ നമ്മൾ വളരെ ക്രൂഷ്യലാണ്. 1400 അടുത്തേക്ക് വരുമ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. ഇപ്പോൾ വോളിയം കുറച്ച് കൂടുകയാണെങ്കിലും 1400 വരുമ്പോൾ അവിടെ വോളിയം കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ട് ലെവലിൽ ആക്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ലെവലിൽ അത് ബൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിട്ടേൺ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. റിസൾട്ടുകൾക്ക് ശേഷം ഇന്നിപ്പോൾ എറ്റേണൽ സൊമാറ്റോയുടെ സ്റ്റോക്ക് 1% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു റെക്കോർഡ് മുന്നേറ്റം നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഒരു ഇടിവ്, മിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സാണ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എറ്റേണലിന്റെ ഈ ഒരു പെർഫോമൻസിനെ, നിലവിലത്തെ ഒരു മൂവ്മെന്റിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കാരണം ജൂലൈ കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡ് വന്നുകൊണ്ടിരുന്നതാണ്. ജൂലൈയിൽ 250 ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ 350ലേക്കൊക്കെ വന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയൊരു മൂവ്മെന്റ്സ് വന്നൊരു സ്റ്റോക്സ് തന്നെയാണ്. അവിടെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു ഷോർട്ട് ടൈമിൽ അല്ലെങ്കിൽ ഒരു വളരെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഡേയ്സിൽ ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരുന്നത് അതിന്റെ ഹെൽത്തി ആയിട്ട് വീണ്ടും ഉള്ള മൂവ്മെന്റ്സിനെ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൂവ്മെന്റ്സ് വരുന്നതിന് വെയിറ്റ് ചെയ്തിട്ട് അത് തീർച്ചയായും റിവേഴ്സ് ആകുമ്പോഴേക്കും ബൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ട്രെൻഡിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് സ്റ്റോക്സ് ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 360 നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എനിക്ക് തോന്നുന്ന ഒരു 320, 310 ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ അതൊരു വീണ്ടും അടുത്തൊരു പോസിറ്റീവ് മൊമെന്റത്തിന് വരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയറ്റ് ഉള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 320, 310 ലെവലാണ്. അവിടെ വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നോക്കിയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനീഷ് സാർ, അവസാനമായിട്ട് ഇന്നിപ്പോൾ ഏഷ്യൻ പെയിന്റിനെ കുറിച്ച് കൂടിയാണ് ചോദിക്കുന്നത്. ഏഷ്യൻ പെയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ 4% കൂടുതലുള്ള ഒരു വലിയ മുന്നേറ്റം രേഖപ്പെടുത്തുകയാണ്. ഏഷ്യൻ പെയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. അതിനപ്പുറത്തേക്ക് നിലവിലത്തെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 5% ഒരു വലിയ മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് ഇന്നത്തെ ദിവസമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് മെൻഷൻ ചെയ്യാണ്ട് പോകാൻ സാധിക്കില്ല. ഏതാണ്ട് 2024 ഒക്ടോബറിലാണ് 3100 രൂപ എന്നുള്ള ഒരു ലെവൽ ടച്ച് ചെയ്യുന്നത് ഏഷ്യൻ പെയിന്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും തന്നെ നമുക്ക് ഏഷ്യൻ പെയിന്റിൽ വിസിബിൾ ആയിട്ടുമില്ല. ഏഷ്യൻ പെയിന്റിന്റെ നിലവിലത്തെ ഇന്നത്തെ ഒരു മൂവ്മെന്റിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കുറെ കാലമായിട്ട് ഞാൻ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ് ഏഷ്യൻ പെയിന്റ്സ്. ഏകദേശം ഒരു വർഷവും 2 മാസത്തോളമായി ഈ ഒരു കൺസോൾട്ടേഷൻ ലെവൽ അത് തുടങ്ങിയത്. അതായത് 2200, 2600 എന്നുള്ള ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നു. ഒരു വർഷത്തോളം കൺസോൾട്ടേഷൻ നടന്ന ഒരു സ്റ്റോക്സ് ആണ്. 2600 മേളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോഴും എൻ്റെ ഓളിയം സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ്. എനിക്ക് എപ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ നടന്ന് അത് സ്ട്രോങ് ആയിട്ടൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് ഈ ഒരു ട്രേഡ് മിസ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതേപോലുള്ള ഒരു വ്യൂ ആണ് എനിക്കുള്ളത്. അത് പോസിറ്റീവായിട്ട് പോകും. ഈ 2600 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ എന്തെങ്കിലും പുൾ ബാക്ക് വരികയാണെങ്കിൽ പോലും വീണ്ടും മൂവ്മെന്റിന് സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2600 എബോവ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 3200 വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലെവലില് നമുക്ക് അതിനെ വാച്ച് ചെയ്യാം. ഒരു വലിയൊരു എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.